നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിനിയെ വൈദികൻ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ പ്രതികരണവുമായി സംവിധായകനും നടനുമായ ജോയ് മാത്യു രംഗത്ത്. സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ 3 വഴികൾ എന്ന പേരിലാണ് ജോയ് മാത്യു ശക്തമായ വിമർശനങ്ങളുമായി കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സഭയ്ക്കും വൈദിക സമൂഹത്തിനും മുന്നിൽ ഒരുപിടി നിർദ്ദേശങ്ങളും ജോയ് മാത്യു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വികാരി എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് എല്ലാ വികാരങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൂടെയെന്ന് ജോയ് മാത്യു ചോദിക്കുന്നു. ലൗകിക ജീവിതത്തിന്റെ പ്രലോഭനങ്ങളുമായി പിശാച് പല രൂപത്തിൽ വരുമെന്നും അതിലൊന്നും പെട്ടുപോകരുതെന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വികാരമുള്ളവർ ഇതിൽ പെട്ടുപോകുന്നുവെന്ന് ജോയ് മാത്യു പറയുന്നു. പിശാച് കാമം കുത്തിവെക്കുമ്പോഴാണ് പ്രത്യേകിച്ചും വീണുപോകുന്നത്. കാമം എന്ന പിശാചിനെ വികാരിമാരിൽ നിന്ന് ഓടിക്കാൻ ചില വഴികളും ജോയ് മാത്യു മുന്നോട്ട് വെക്കുന്നു. ഒന്നുകിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെയുള്ള പോലെ സാത്താനെ ഓടിക്കുന്ന പരിപാടിയിലൂടെ സാത്താനെ ഓടിക്കണം. അല്ലെങ്കിൽ പള്ളി വികാരി എന്നത് ഒരു ജോലിയായി കണ്ട് വിവാഹിതരായി കുടുംബമായി കഴിയുന്നവരെ ഈ ജോലിക്ക് വെക്കണമെന്നും ജോയ് മാത്യു നിർദ്ദേശിക്കുന്നു. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പുരോഹിതന്മാരെ നിർബന്ധമായും വന്ധ്യംകരിക്കണമെന്നും ജോയ് മാത്യു പറയുന്നു. സന്യാസത്തിന് ആവശ്യമില്ലാത്ത ഒരു വസ്തു എന്തിനു വെറുതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നുവെന്നും ജോയ് മാത്യു ചോദിക്കുന്നു. പള്ളിക്കാർ തന്നെ നടത്തുന്ന ആശുപത്രികൾ ഉള്ളപ്പോൾ വന്ധ്യംകരിക്കൽ എളുപ്പമാകുമെന്നും ജോയ് മാത്യു ഓർമ്മിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ മതമേലധ്യക്ഷന്മാർ വേണ്ടത് ചെയ്താൽ ക്രിസ്ത്യാനി എന്ന് തോന്നിക്കുന്ന പേരും വെച്ച് നടക്കുന്ന തന്നെ പോലുള്ളവർക്ക് തലയിൽ മുണ്ടിടാതെ നടക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോയ് മാത്യു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു. +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കാഞ്ചേരിയെ വികാരി സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.